ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കാന്താര ചാപ്റ്റർ 1 എ ലെജൻഡ് എന്ന ചിത്രത്തിൽ പുരാണങ്ങളുമായും ഐതിഹ്യങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. വരാഹി, പഞ്ചുർലി, ചാമുണ്ടി, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെപ്പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. സോ ഇത്തരം കാര്യങ്ങളെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും അത് ഈ സിനിമയിലും ഫസ്റ്റ് പാർട്ടിലും എങ്ങനെയെല്ലാമാണ് കണക്റ്റായി വരുന്നതെന്നും കൂടാതെ സിനിമയുടെ എൻഡിങ്ങിലേക്ക് അടുക്കുന്ന സമയത്ത് ആ കിണറ്റിൽ കാണിക്കുന്ന ആ ഭീമാകാരമായിട്ടുള്ള രൂപത്തെക്കുറിച്ചുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. വീട്ടിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ ചിത്രം കണ്ടിട്ടുള്ളവർ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യമായി ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ ദൈവഗണങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം ഒരു കാളയുടെ രൂപം കാണിക്കുകയും അതിനുശേഷം ആ പഞ്ചുർലി എന്ന പന്നിയുടെ രൂപം ഒരു മലയുടെ മുകളിൽ നിന്ന് ഓടി വരുന്നതായി കാണിക്കുകയും അതിനുശേഷം ആ ഉഗ്രരൂപിയായിട്ടുള്ള ഗുളികനെ കുറിച്ച് പറയുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ വരാഹം അല്ലെങ്കിൽ പഞ്ചുർലിയെ പറ്റി ആദ്യം നോക്കാം. വരാഹത്തെ പറ്റി രണ്ട് കഥകളുണ്ട്. അതിൽ ഒന്നിൽ ഹിരണ്യാക്ഷയിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ വിഷ്ണു മൂന്നാമത്തെ അവതാരമായ വരാഹരൂപത്തിലേക്ക് വന്നുവെന്നും ആ സമയം വിഷ്ണുവിനെ രക്ഷിക്കാൻ ശിവന്റെ പത്നിയായിട്ടുള്ള പാർവതീദേവി വരാഹി എന്ന ദേവിയുടെ രൂപത്തിൽ വന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ മറ്റൊരു കഥയിൽ ശിവനും പാർവതിയും ഒരിക്കൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു കാട്ടുപന്നിയും അതിന്റെ മക്കളും എത്തിയെന്നും ശിവൻ തങ്ങളെ ശല്യപ്പെടുത്തിയ ദേഷ്യത്തിൽ ഉഗ്രകോപിയായി മാറി അതിനെയെല്ലാം കൊന്നുവെന്നും എന്നാൽ പിന്നീട് ദേഷ്യം മാറി അതിലൊന്നിനെ ജീവൻ കൊടുത്ത് ഭൂമിയിലേക്ക് അയച്ചുവെന്നുമാണ് പറയുന്നത്. ഇങ്ങനെയാണ് വരാഹത്തെ പറ്റിയുള്ള കഥകൾ. ഇനി പഞ്ചുർലിയിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെയുള്ളൊരു കഥയാണ് നമ്മൾ കേൾക്കുന്നത്. പാർവതി ദേവി ഒരു കാട്ടുപന്നിക്കുട്ടിയെ വളർത്തിയിരുന്നുവെന്നും വളർന്നു വന്നിരുന്ന ആ കാട്ടുപന്നി ഒരിക്കൽ ശിവന്റെയും പാർവതി ദേവിയുടെയും തോട്ടത്തിൽ കുറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്നും ശിവൻ ഈ കാട്ടുപന്നിയെ കൊന്നുവെന്നും പിന്നീട് പാർവതി ദേവിയുടെ വിഷമം കണ്ടുകൊണ്ട് കാട്ടുപന്നിക്ക് ജീവൻ കൊടുത്തുവെന്നും ഭൂമിയിലേക്ക് അയച്ച് ഭൂമിയിലെ മനുഷ്യരെ സംരക്ഷിക്കാനും അവരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനുമായി ഇതിനെ നിയോഗിച്ചുമെന്നും അതിന് പഞ്ചുർലി എന്ന് പേര് കൊടുത്തുമെന്നുമാണ് പറയുന്നത്. ഈ പഞ്ചി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇങ്ങനെ കാട്ടുപന്നി എന്നാണ്. സോ വരാഹത്തെക്കുറിച്ചാണെങ്കിലും പഞ്ചുർലിയെക്കുറിച്ചാണെങ്കിലും ഇതിൽ ശിവനും പാർവതിയും ചേർന്ന് വന്നിട്ടുള്ള രണ്ട് കഥകളിലും പറയുന്നത് ശിവൻ ഭൂമിയിലേക്ക് വരാഹത്തെ അല്ലെങ്കിൽ പഞ്ചുർലിയെ അയച്ചുവെന്നാണ്. ഈ ചിത്രത്തിന് തുടക്കത്തിലാണെങ്കിലും പഞ്ചുർലിയെ പറ്റി പറയുന്ന സമയത്ത് ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഓടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിന് കാരണം നമുക്കറിയാം, ശിവനും പാർവതിയും താമസിക്കുന്നത് കൈലാസത്തിൽ ഒരു മലയുടെ മുകളിലെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ടായിരിക്കാം പഞ്ചുർലിയെ ശിവൻ ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞതുപോലെ ഒരു മലയുടെ മുകളിൽ നിന്നും ഈ പഞ്ചുർലി ഓടി ഭൂമിയിലേക്ക് മണ്ണിലേക്ക് എത്തപ്പെടുന്നതായി കാണിക്കുന്നത്. കൂടാതെ ഈ പഞ്ചുർലിയുടെയും വരാഹത്തിന്റെയും കഥയിൽ ശിവൻ ഇങ്ങനെ ഈ കാട്ടുപന്നിയെ കൊന്നു എന്ന് പറയുന്നത് കൊണ്ടാകാം ആദ്യ പടത്തിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ചിട്ടുള്ള ശിവ എന്ന ക്യാരക്ടർ കാട്ടുപന്നികളെ കൊല്ലുന്നതായി കാണിച്ചു പോയത്. കൂടാതെ ഈ കഥകളിലെല്ലാം പറഞ്ഞതുപോലെ ഈ പഞ്ചുർലിയും വരാഹിയുമെല്ലാം ഭൂമിയിലുള്ള സാധാ മനുഷ്യരെ, താഴേക്കിടയിലുള്ള മനുഷ്യരെ സംരക്ഷിക്കാനായിട്ടാണ് നടക്കുന്നത്. ഇത് തന്നെയാണ് ഈ രണ്ട് സിനിമയിൽ നമ്മൾ കാണുന്നതും. കൂടാതെ ഈ പഞ്ചുർലിയെ വരാഹി ദേവിയുടെ രൂപത്തിൽ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലും കർണാടകയിലുമെല്ലാം തെയ്യക്കോലത്തിലൂടെ ആരാധിക്കുന്നുമുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. ഗുളികൻ. ഈ ഗുളികനെ പറ്റിയും പല കഥകളുണ്ട്. അതിലൊന്നിൽ ഒരു ചാരത്തിൽ നിന്നും പാർവതി ദേവിക്ക് ഒരു കല്ല് കിട്ടിയെന്നും ശിവൻ ഈ കല്ലെടുത്ത് ഒരു നദിയിലേക്കോ മറ്റോ എറിഞ്ഞുവെന്നും അങ്ങനെ അവിടെ ചെന്ന് വീണ ആ കല്ലാണ് പിന്നീട് ഗുളികനായി മാറിയെന്നും പറയുന്നുണ്ട്. ഇതാണ് ഈ സിനിമയിൽ അവർക്ക് പുഴയിൽ നിന്ന് ഒരു കല്ല് കിട്ടുന്നതും അവർ അതിനെ എടുത്ത് ആരാധിക്കുന്നതായും കാണിച്ചതിലൂടെ ഉദ്ദേശിച്ചത്. മറ്റൊരു കഥ ചിരഞ്ജീവിയായിട്ടുള്ള മാർക്കണ്ഡേയനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ മാർക്കണ്ഡേയന് 16 വയസ്സ് വരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. സോ മാർക്കണ്ഡേയനെ രക്ഷിക്കാനായി മാർക്കണ്ഡേയന്റെ പിതാവ് ശിവനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ 16ാമത്തെ വയസ്സ് തികയുന്ന ദിവസം മാർക്കണ്ഡേയനെ കൊല്ലാനായി യമൻ വരികയും ആ സമയം കടുത്ത ശിവഭക്തനായി മാറിയിരുന്ന മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയും യമൻ മാർക്കണ്ഡേയന്റെ ജീവൻ എടുക്കാനായി വരികയും പെട്ടെന്ന് ശിവൻ അവിടേക്ക് എത്തുകയും തന്റെ ഭക്തന്റെ ജീവൻ എടുക്കാനായി ശ്രമിച്ച യമനെ ശിവൻ ഗുളികനെ സൃഷ്ടിച്ചുകൊണ്ട് കൊന്നുമെന്നുമാണ് പറയുന്നത്. എന്നാൽ പിന്നീട് ഇന്ദ്രനും മറ്റു ദേവന്മാരുമെല്ലാം ശിവന്റെ അടുത്തേക്ക് വരികയും ഭൂമിയിൽ മരണമില്ലാതെ ആവുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാകും എന്നെല്ലാം പറയുകയും പിന്നീട് ശിവൻ തന്നെ യമന് ജീവൻ തിരിച്ചു കൊടുത്തു എന്നെല്ലാമാണ് പറയപ്പെടുന്നത്. ഈ യമനെ നമ്മൾ യമധർമ്മൻ എന്നെല്ലാമാണ് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ധർമ്മമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ കൂടി യമൻ എന്ന പോലെ മരണത്തെ പോലെയാണ് ഈ ചിത്രങ്ങളിലെ രാജാക്കന്മാരെയും മറ്റും കാണിച്ചിരിക്കുന്നത്. അവർ നിർദാക്ഷിണ്യം ജനങ്ങളെ കൊല്ലുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ യമൻ തന്റെ ഭക്തനെ കൊല്ലാനായി പോയപ്പോൾ ശിവൻ ഗുളികനായി വന്നുകൊണ്ട് യമനെ കൊന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ചിത്രത്തിലെ രാജാക്കന്മാർ ജനങ്ങളെയും മറ്റും കൊല്ലാനായി പോകുമ്പോൾ തന്റെ ഭക്തന്മാരെ രക്ഷിക്കാനായി ഗുളികൻ അവിടെ വന്നുകൊണ്ട് ഈ രാജാക്കന്മാരെയെല്ലാം കൊല്ലുന്നതായും മറ്റും കാണിക്കുന്നത്.
കൂടാതെ ഈ ഗുളികൻ എന്ന് പറയുന്നത് ശനിഗ്രഹവുമായി കണക്ട് ചെയ്തും പറയപ്പെടുന്നുണ്ട്. ഇതുകൊണ്ടായിരിക്കാം നേരത്തെ പഞ്ചുർലി മലയുടെ മുകളിൽ നിന്ന് ഓടി വരുന്നതായി കാണിച്ചപ്പോൾ അതിനുശേഷം വരുന്ന ഗുളികൻ ആകാശത്തു നിന്നും വന്നതുപോലെ കാണിച്ചത്. അതായത് ഒരുപക്ഷെ ശനിഗ്രഹത്തിൽ നിന്നും വന്നതുപോലെ. കൂടാതെ സിനിമയുടെ അവസാന ഭാഗത്തും ഗുളികനായി മാറിയതിനു ശേഷം ബർമി അങ്ങോട്ടേക്ക് വരുന്നതും തീഗോളമായി ആകാശത്തു കൂടിയാണ്. ഇനി പറയാൻ പോകുന്നത് ആ തുടക്കത്തിൽ കാണിച്ച പഞ്ചുർലിയുടെയും ഗുളികന്റെയും കൂടെ കാണിച്ചിട്ടുള്ള ആ കാളയെക്കുറിച്ചാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള മിക്ക കാര്യങ്ങളും, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ശിവനും പാർവതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാർവതിയുടെ മറ്റൊരു രൂപമായിരുന്നു വരാഹി. പഞ്ചുർലിയും ശിവനും പാർവതിയുമായി കണക്ട് ചെയ്തു വരുന്ന കാര്യമാണ്. ഗുളികന്റെ കാര്യമാണെങ്കിലും ശിവൻ തന്നെ സൃഷ്ടിച്ചതാണെന്നും കൂടാതെ ആ കല്ലിന്റെ കഥയിൽ ശിവനും പാർവതിയുമായി കണക്ട് ചെയ്ത് വരുന്നതാണെന്നും കാണാം. സോ ഇങ്ങനെ ഈ സിനിമയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ശിവനും പാർവതിയുമായി കണക്ട് ചെയ്ത് തന്നെയാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ ഒരു കാളയെന്ന് പറയുന്നത് ശിവന്റെ വാഹനമായിട്ടുള്ള നന്ദിയാകാനാണ് ചാൻസ്. നിറം വെച്ചുകൊണ്ട് അത് നന്ദിയല്ല, പകരം യമന്റെ വാഹനമായിട്ടുള്ള പോത്താണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ സിനിമയുടെ കഥ വെച്ചുകൊണ്ടും ഇതിൽ കൂടുതലായും വന്നിരിക്കുന്ന ശിവപാർവതി ബന്ധമെല്ലാം വെച്ചുകൊണ്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നന്ദി എന്ന പോലെ തന്നെ എന്നാൽ മറ്റൊരു നിറത്തിൽ കാണിച്ചിട്ടുള്ള ഒരു കാള എന്ന് തന്നെയാണ്. കൂടാതെ ഈ ഭാഗത്ത് മാത്രമല്ല, ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ രാജാവ് കുരുമുളകും മറ്റും തേടി ആ കാട്ടിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് കുറെ കാളകൾ വന്നുകൊണ്ട് ഇവരുടെ ഭടന്മാരെയെല്ലാം ഇടിച്ച് തെറിപ്പിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഇത് ഈ സമയം വരുന്ന ഗുളികനും പഞ്ചുർലിയും എല്ലാം പോലെ തന്നെ ശിവന്റെ വാഹനമായിട്ടുള്ള നന്ദി എന്ന കാളയും കുറെ കാളകളുമായി വന്നുകൊണ്ട് അവരോട് യുദ്ധം ചെയ്തുവെന്നായിരിക്കാം കാണിച്ചത്. ഇനിയുള്ളത് ചാമുണ്ടി. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഗുളികനായി മാറിയിട്ടുള്ള ആ ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടർ റാണിയെ കൊല്ലാനായി വരുമ്പോൾ നീ ഇത്തരം വേഷങ്ങളെല്ലാം ധരിച്ചു എന്നതുകൊണ്ട് നീ ഒരു ദൈവമായി മാറില്ല, സൃഷ്ടി എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്ന സമയത്ത് ആ ഗുളികൻ പെട്ടെന്ന് സ്ത്രീ വേഷത്തിലേക്ക് മാറുന്നതായി കാണിച്ചിട്ടുണ്ട്. അത് ചാമുണ്ടിയാണെന്ന് അവിടെ തന്നെ പറയുന്നുമുണ്ട്. ചാമുണ്ടി എന്ന് പറയുന്നത് കാളി അല്ലെങ്കിൽ ദുർഗ അല്ലെങ്കിൽ പാർവതി ദേവിയുടെ തന്നെ മറ്റൊരു അവതാരമാണ്. ഈ പാർവതി ദേവി ഈ രൂപത്തിലേക്ക് മാറി ചാന്തു, മുണ്ട എന്നീ രാക്ഷസന്മാരെ കൊന്നുവെന്നും അതിലൂടെ ചാമുണ്ടി എന്ന പേര് വന്നുവെന്നുമാണ് പറയുന്നത്. ചിത്രത്തിലാണെങ്കിലും ഇങ്ങനെ ചാമുണ്ടിയുടെ വേഷത്തിലേക്ക് മാറിയതിനു ശേഷം ദുഷ്ടന്മാരായിട്ടുള്ള രണ്ട് ശക്തികളെ, ജയറാമിന്റെ ക്യാരക്ടറിനെയും മകളായി വന്നിരിക്കുന്ന ക്യാരക്ടറിനെയും ഈ ചാമുണ്ടി കൊല്ലുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഈ ചാമുണ്ടിയും ഈ ചിത്രവുമായി കണക്ട് ആകുന്നത്. ഇനി ഇതെല്ലാം കൂടാതെ ഈ ചിത്രത്തിൽ പാർവതിയെ സൂചിപ്പിക്കുന്നത് പോലെയാണ് പുലി ദൈവം എന്ന് പേരുള്ള ആ പാർവതി ദേവിയുടെ വാഹനമായിട്ടുള്ള പുലിയെ കാണിക്കുന്നത്. ചിത്രത്തിൽ ഒരു ഭാഗത്ത് ഈ പുലിയും ഗുളികനായി മാറിയിട്ടുള്ള ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടറും കൂടി ഓടുന്നതായി കാണാം. ആ സമയം ശിവപാർവതി എന്ന പോലെ അവർ രണ്ടുപേരെയും ഒരുമിച്ച് തന്നെയാണ് കാണിച്ചിരുന്നത്. ഇനി ഈ ചിത്രത്തിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ബ്രഹ്മരക്ഷസ്. ഈ ബ്രഹ്മരക്ഷസ് എന്നത് അറിവും ജ്ഞാനവുമെല്ലാമുള്ള ബ്രാഹ്മണന്മാർ അത്തരം അറിവെല്ലാം മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്തതിനു ശേഷം അവരുടെ ആത്മാവ് ഒരു ദുഷ്ടശക്തിയായി മാറുകയും അതിനെ ബ്രഹ്മരക്ഷസ് എന്ന് വിളിക്കുമെന്നുമാണ് പറയപ്പെടുന്നത്. ഈ ബ്രഹ്മരക്ഷസിന്റെ രൂപമായി പറയുന്നത് കൂർത്തു വളഞ്ഞ പല്ലുകളും രണ്ട് കൊമ്പുകളും ഭീമാകാരമായിട്ടുള്ള രൂപവുമെല്ലാമാണ്. സോ ഈ ചിത്രത്തിൽ ആ ഗുഹയിൽ കാണിക്കുന്ന ആ ഒരു രൂപമാണ് ഈ ബ്രഹ്മരക്ഷസായി വന്നിരിക്കുന്നത്. ബ്രഹ്മരക്ഷസിനെ പറ്റി പല കഥകളുണ്ട്. അതിൽ ഒരു കഥയിൽ ഒരു രാജാവ് അബദ്ധത്തിൽ ഒരു ബ്രാഹ്മണനെ കൊന്നുവെന്നും പിന്നീട് ആ ബ്രാഹ്മണൻ ഒരു ബ്രഹ്മരക്ഷസായി പ്രതികാരത്തിനായി വന്നുവെന്നും മറ്റു മാർഗമില്ലാതെ രാജാവ് ഒടുവിൽ ഒരു ശിവന്റെ അമ്പലത്തിന്റെ അടുത്തായി ഈ ബ്രഹ്മരക്ഷസിന് സ്ഥലം ഒരുക്കി കൊടുത്തുവെന്നും പറയുന്നുണ്ട്. മറ്റൊരു കഥയിൽ ഒരു രാജാവ് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രഹ്മരക്ഷസിനെ തളയ്ക്കാനായി ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നു. ചുരുണ്ട കുറെ മുടികൾ കൊടുത്തുകൊണ്ട് അത് നിവർത്താനായി ബ്രഹ്മരക്ഷസിനോട് ആവശ്യപ്പെടുകയും എപ്പോഴാണോ ബ്രഹ്മരക്ഷസ് ആ ജോലി നിർത്തുന്നത് അല്ലെങ്കിൽ ആ ജോലിക്ക് തടസ്സമുണ്ടാകുന്നത് ആ സമയം മനുഷ്യരെ പിടിച്ച് തിന്നാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള ബ്രഹ്മരക്ഷസിനെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരുന്നത്. അവിടേക്ക് ബർമി വരുന്ന സമയത്ത് ഈ രക്ഷസ് എന്തോ കയ്യിൽ പിടിച്ചുകൊണ്ട് നിവർത്തുന്നത് പോലെ കാണാം. വളരെ കനം കുറഞ്ഞൊരു വസ്തു. തീർച്ചയായിട്ടും അത് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന മുടിയാകാനാണ് ചാൻസ്. സോ ആ കാര്യം തടസ്സപ്പെടുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ബ്രഹ്മരക്ഷസ് ബർമിയെ പിടിക്കാനായി വരുന്നത്. ഇതുകൂടാതെ മറ്റു പല കഥകളുമുണ്ട്. കൂടാതെ ഇവർക്ക് ഉണ്ടായിരുന്ന അറിവും ജ്ഞാനവുമെല്ലാം ഇവർ മരണപ്പെട്ടതിന് ശേഷം ദുഷ്ടകാര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. കൂടാതെ ഇവരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണെന്നും എന്നാലും ഇവർ പ്രാർത്ഥിക്കുന്നത് ശിവനോടാണ്.
ഇങ്ങനെ ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ശിവനും പാർവതിയുമായി കണക്ട് ചെയ്ത് തന്നെയാണ് വന്നിരുന്നത്. ഇതുകൂടാതെ മായാരൂപൻ എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ഈ മായാരൂപൻ എന്ന കഥാപാത്രം എങ്ങനെയാണ് ശിവനുമായി കണക്ട് ആകുന്നതെന്ന് എനിക്കറിയില്ല. പകരം എനിക്ക് തോന്നിയത് ഈ മായാരൂപൻ എന്ന് പൊതുവെ വിളിക്കുന്നത് മഹാവിഷ്ണുവിനെയാണ്. എപ്പോഴും മായകൾ കാട്ടുന്ന അപ്രത്യക്ഷനാകുന്ന ഈ ഒരു കഥാപാത്രത്തെ ഒരുപക്ഷെ മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപമായിട്ടായിരിക്കാം കാണിച്ചിരിക്കുന്നത്. സോ എന്താണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പെടുത്താം. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.